നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ 24 മണിക്കൂറാണ് പണിമുടക്ക്. കേരളത്തിൽ ഭരണപ്രതിപക്ഷ സംഘടനകൾ പങ്കെടുക്കുന്ന പണിമുടക്ക് പൊതു സ്വകാര്യ മേഖലകൾ സ്തംഭിപ്പിച്ചേക്കും. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു. ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലും മണ്ണാർക്കാടും താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് മാർച്ച്. വീഴ്ച സമ്മതിക്കാതെ മുൻ UDF സർക്കാരിനെ കുറ്റം പറയുകയാണ് മന്ത്രി എന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. നിപ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ കഴിയുന്ന സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 7 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. നിപ ബാധിത മേഖലകളിലുള്ള തുല്യതാ പരീക്ഷാ പഠിതാക്കൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരമൊരുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം. കരിമ്പുഴ പഞ്ചായത്തിൽ അംഗൻവാടി വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം. റാങ്ക് പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നെന്ന പരാതിയുമായി ഇന്റർവ്യൂ ബോർഡ് അംഗവും ഭരണകക്ഷിയിൽപ്പെട്ട മുസ്ലിം ലീഗ് നേതാവുമായ CP സാദിഖ്. പട്ടിക റദ്ദാക്കണമെന്നും CP സാദിഖ്. പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ടൗൺ ഹാൾ ഈ മാസം ഉദ്ഘാടനം ചെയ്യും. ടൗൺ ഹാളിന് മുൻ ചെയർപേഴ്സൺ KT നാരായണന്റെ പേര് നൽകാൻ കൗൺസിൽ തീരുമാനം. ടൗൺ ഹാളിന്റെ വാടക നിരക്കും നിശ്ചയിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുകയാണെന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ബുധനാഴ്ച ദേശീയ വ്യാപകമായി പണിമുടക്കുകയാണ്. അർദ്ധരാത്രി 12 മുതൽ 24 മണിക്കൂറാണ് പണിമുടക്ക്. 10ഓളം തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. CITU, INTUC, AITUC, HMS, AIUTUC, TUCC, SCWA, LPF, UTUC തുടങ്ങി 10 ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് 24 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 17 ആവശ്യങ്ങളാണ് പണിമുടക്കിന് ആധാരമായി സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കുന്നത്. തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക, ദേശീയ ആസ്തി വിൽപ്പന അവസാനിപ്പിക്കുക, NPS, UPS ഉപേക്ഷിച്ച് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയവയാണ് മറ്റ് ആവശ്യങ്ങൾ. വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാർ പണിമുടക്കിൻ്റെ ഭാഗമാകും. അതേസമയം KSRTC പണിമുടക്കില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. പണിമുടക്കാൻ യൂണിയൻ നോട്ടീസ് നൽകിയിട്ടില്ലെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. എന്നാൽ മന്ത്രിയുടെ പ്രസ്താവന തള്ളി പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് യൂണിയൻ നേതാക്കൾ പിന്നീട് വ്യക്തമാക്കി. എല്ലാ മേഖലയിലെയും മോട്ടോർ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ചയും ഓടിയേക്കില്ല. ഓട്ടോ ടാക്സി സർവീസുകളും ഉണ്ടാകില്ല. സ്കൂൾ കോളേജ് അധ്യാപകരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ വിദ്യാഭ്യാസ മേഖലയും സ്തംഭിച്ചേക്കും. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തി. സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണ്ണമായിരുന്നു. സമരത്തെ തുടർന്ന് 8,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഓടിയില്ല. മറ്റ് സ്വകാര്യ വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും തന്നെയായിരുന്നു യാത്രക്കാർക്ക് ആശ്രയം. ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന നിയമം പിൻവലിക്കുക, ഈ ചലാൻ വഴിയുള്ള അന്യായമായി പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച സൂചന സമരം നടത്തിയത്. സമരത്തിൽ 8,000-ലേറെ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് സംയുക്ത സമരസമിതി സൂചന പണിമുടക്കിലേക്ക് നീങ്ങിയത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. മലപ്പുറം ജില്ലാ ബസ് ഉടമ സംയുക്ത സമിതി സമരത്തെ പിന്തുണച്ചു. പെരിന്തൽമണ്ണ ഉൾപ്പെടെ ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ ഓടിയില്ല. നഗരങ്ങളിൽ ആൾത്തിരക്ക് കുറവായിരുന്നു. ബസ് സ്റ്റാൻഡുകളിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് ഒറ്റപ്പാലം, ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അർബൻ ബാങ്കിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് ഉന്തും തള്ളിനും ഇടയാക്കി.
തുടർന്ന് നടന്ന ധർണ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജുകളിൽ നൽകിയിരുന്ന ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ട് ഇവിടെ എൻ്റെ സ്റ്റേറ്റസ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിന് ഫലമായി നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ രോഗികൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ, അവിടെ സിറിഞ്ചില്ല, പഞ്ഞി പോലുമില്ല, അവിടെ വരുന്ന രോഗികളോട് നിങ്ങൾ പുറത്തു വാങ്ങി വരാൻ പറയും, എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ഉപകരണങ്ങളും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ രോഗികൾ ജീവനോട് മല്ലിടുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടായപ്പോൾ നിവൃത്തിയില്ലാതെ അവിടെ ഒരു ഡോക്ടർ പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വന്നതിന് ഫലമായിട്ട് കേരളത്തിലെ ഇന്നത്തെ ആരോഗ്യരംഗത്തെ എല്ലാ പ്രശ്നങ്ങളും. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, DCC സെക്രട്ടറിമാരായ VKP വിജയനുണ്ണി, O വിജയകുമാർ, സത്യൻ പെരുമ്പ്രക്കോട്, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, DY ശിഹാബുദ്ദീൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ TK ബഷീർ, P സുരേഷ്, ഷബീർ നീരാണി, മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ, UDF ചെയർമാൻ P ഗിരീഷ്, P സ്വാമിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട്, കോങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. KPCC ജനറൽ സെക്രട്ടറി KA തുളസി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആരോഗ്യരംഗം ഏറെ പരിതാപകരമായ അവസ്ഥയിലാണെന്നും മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ആശുപത്രി പരിസരത്ത് പോലീസ് തടഞ്ഞതോടെയാണ് ഉന്തും തള്ളും ഉണ്ടായത്. KPCC ജനറൽ സെക്രട്ടറി KA തുളസി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും മികച്ച ചികിത്സ കിട്ടും എന്നുള്ള പ്രത്യാശയോടുകൂടി കടന്നു ചെല്ലുന്ന ഒരു ഇടമാണ്. അവിടേക്കാണ് നമ്മളെ പോലെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള വീട്ടമ്മ ദിവസക്കൂലി 300 രൂപയ്ക്ക് തന്റെ കുടുംബം പോറ്റാൻ കഠിനാധ്വാനം ചെയ്തിരുന്ന ഒരു വീട്ടമ്മ അവരുടെ മകൾക്ക് നട്ടിലിന് പരിക്ക് പറ്റിയത് ഭേദമാക്കുന്നതിന് വേണ്ടി അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ 4 ലക്ഷം രൂപയോളം ചെലവ് വരും എന്ന് അറിയിച്ചതിനെ തുടർന്ന് അത് കൊടുക്കാൻ അവർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് മാത്രം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന സമയത്ത് മറ്റു കാര്യങ്ങളുമായിട്ട് മകൾക്ക് കൂട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ശുചിമുറി ഉപയോഗിക്കാൻ പോയ സാഹചര്യത്തിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മ അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അപ്പോ ഇന്നാട്ടിലെ സാധാരണക്കാർക്ക് വിദഗ്ധ ചികിത്സ കിട്ടേണ്ട ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജ്, അതുപോലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ വാസവൻ, ഇവരൊക്കെ തന്നെ എത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ നാട്ടിലെ നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ മടുപ്പ് തോന്നിക്കുന്ന നമുക്കൊക്കെ തന്നെ വളരെ അപമാനകരമായിട്ടുള്ള എത്രമാത്രം പ്രസ്താവനകളാണ് ഈ 2 മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി P അഹമ്മദ് അഷ്റഫ്, C അച്യുതൻ നായർ, കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK ഷൈജു, K ബാലകൃഷ്ണൻ, P മുരളീധരൻ, VD പ്രേംകുമാർ, ഉമ്മർ മനച്ചിത്തൊടി, V പ്രീത, ചെറുട്ടി മുഹമ്മദ്, സക്കീർ തയ്യിൽ, റിയാസ് തച്ചമ്പാറ, ജോയ് ജോസഫ്, ലൈല, സുജാത തച്ചമ്പാറ, D വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തി പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലും കോൺഗ്രസിന്റെ പ്രതിഷേധം. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തിയത്. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായിട്ടായിരുന്നു ധർണ. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ധർണ ഉദ്ഘാടനം ചെയ്തു. 9.5 വർഷക്കാലമായി LDF ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും മേഖലയിൽ വീഴ്ചയുണ്ടായാൽ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് VT ബൽറാം പറഞ്ഞു. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞു മാറുകയാണെന്നും VT ബൽറാം കുറ്റപ്പെടുത്തി. നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരമേറ്റിട്ട് 9.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഏതെങ്കിലും മേഖലയിൽ ഉണ്ടായാൽ, അത് ആരോഗ്യ മേഖല തന്നെ ആവണമെന്നില്ല, ഏത് മേഖലയിലും ഒരു വീഴ്ച ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം 9.5 വർഷം മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന, നാട് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ. ഇതേ രീതിയിലുള്ള ഒരു സമീപനം നമ്മൾ കാണുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ
60 വർഷം മുമ്പ് മരിച്ചുപോയ നെഹ്റുവിന്റെ ഉത്തരവാദിത്തമാണ് അത് എന്നാണ് അവർ പറയാറുള്ളത്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പ്രശ്നമാണ് എന്ന് പറയും. 9.5 വർഷമായി അധികാരത്തിലിരിക്കുകയാണ്. ഈ കാലയളവിൽ മുഴുവൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അവർ സ്വയം പാടി പുകഴ്ത്തിയിരുന്നത് PR ഏജൻസികളെ വെച്ചുകൊണ്ട് പ്രചരണം നടത്തി പൊലിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ആരോഗ്യ മേഖലയെ കുറിച്ചാണ്. ആ കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് ഇന്ന് വെന്റിലേറ്ററിലായിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിന് സത്യസന്ധമായിട്ടുള്ള മറുപടികൾ പറയണ്ടേ, അതിന് ഉത്തരവാദിത്തം ഏൽക്കണ്ടേ? ഇതാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കാനെങ്കിലും തയ്യാറാവണ്ടേ? ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാംദാസ് അധ്യക്ഷനായി. നേതാക്കളായ M രാധാകൃഷ്ണൻ, PK ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തോൾ, C സംഗീത, KR നാരായണസ്വാമി, AP രാമദാസ്, ഗീതാ മണികണ്ഠൻ, വിനോദ്, അസീസ് പട്ടാമ്പി, നീലടി സുധാകരൻ, KT റുഖിയ, K ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് മുൻ MLA VT ബൽറാം. കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. രോഗികൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഇവിടെ സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചു. കാരണം ഓർത്തോ വിഭാഗത്തിന് ഡോക്ടർമാരില്ല, ENT വിഭാഗത്തിൽ ഡോക്ടർമാരില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമാവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ അതിനൊന്നും ഡോക്ടർമാരില്ലാത്തത് ആശുപത്രിയുടെ ഇഫക്റ്റീവ്നെസ്സിനെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു പൊതു അഭിപ്രായമാണ് എല്ലാവരും രോഗികൾ പറഞ്ഞത്. അതോടൊപ്പം ഞാനിവിടെ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായി. കഴിഞ്ഞ ജനുവരിയിൽ, എനിക്ക് തോന്നുന്നു 2024 ജനുവരിയിൽ തൊട്ട് ഇത് പ്രവർത്തനം ആരംഭിക്കും എന്നാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചിരുന്നത്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ആളുകൾക്ക് പ്രയോജനകരമാവുന്നില്ല. മെഷീൻസൊക്കെ അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും അടുത്ത് തന്നെ അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ സൂചിപ്പിച്ച നല്ല കാര്യം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനുള്ള കാര്യത്തിലും കാലതാമസം നേരിടുകയാണ്. ഇതെല്ലാം രോഗികളോടുള്ള വെല്ലുവിളിയാണ്. താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും VT ബൽറാം സൂചിപ്പിച്ചു. പക്ഷേ അതോടൊപ്പം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സത്വരമായിട്ടുള്ള ശ്രദ്ധയും ഇടപെടലും സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ പല കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാനോ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോ ഇതിന് മുമ്പായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഏച്ചുകൂട്ടിയ നിലയിലാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പല സ്ഥലങ്ങളും ഇപ്പോഴും ചോർന്നൊലിക്കുന്നുണ്ട്. അതിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരു ഷീറ്റിട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം, അവിടെ ഉണ്ടാവേണ്ട സൗകര്യങ്ങളോ അവിടെ ഉണ്ടാവേണ്ട ഒരു ക്ലെൻലിനെസ്സോ അവിടെ ഉണ്ടാകുന്ന ഒരു ആംബിയൻസോ അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു താലൂക്ക് ആശുപത്രിയാണ്. ചെറിയ ആശുപത്രികളിൽ PHC-കളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും CHC-കളിൽ പോലും ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതലായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന നമ്മുടെ ഒരു അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഹൈറാർക്കിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ നിലയ്ക്കുള്ള ഒരു സൗകര്യങ്ങൾ ഇനിയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. KR നാരായണസ്വാമി, C സംഗീത, PK ഉണ്ണികൃഷ്ണൻ, രാമദാസ്, K ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കളും VT ബൽറാമിനൊപ്പം ഉണ്ടായിരുന്നു. ആശുപത്രി അധികൃതരുമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും പരാതികൾ മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളതെന്നും VT ബൽറാം പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക, കടമ്പഴിപ്പുറം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ അധ്യക്ഷനായി. വിജയൻ മലയിൽ, T ഹരിദാസ്, രവീന്ദ്രൻ കമ്പപ്പറമ്പിൽ, സന്തോഷ്, ശ്രീഹരി, കൃഷ്ണനുണ്ണി, മജേഷ്, സുജിൻ, അരുൺ എന്നിവർ സംസാരിച്ചു. ആശുപത്രിയുടെ ബിൽഡിംഗിന്റെ പ്രവർത്തനം അതുപോലെ തന്നെയാണ്. ഈ ഹോസ്പിറ്റലിൽ ഒരു എക്സ്റേ ലാബ് ഉണ്ട്, എക്സ്റേ യൂണിറ്റ് ഉണ്ട്. ആ എക്സ്റേ യൂണിറ്റിന്റെ അവസ്ഥ സ്വാഭാവികമായിട്ട് ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ഒരു ഓർത്തോ ഡോക്ടർ ഉണ്ടായിരിക്കണം. ഓർത്തോ സംവിധാനമുള്ള ഒരു ഡോക്ടർ പോലും ഇല്ലാതെ എക്സ്റേ യൂണിറ്റ് തുറന്നു വെച്ചുകൊണ്ട് പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്.
കരിമ്പുഴ പഞ്ചായത്തിലെ അംഗനവാടി വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള റാങ്ക് പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നെന്ന പരാതിയുമായി ഇന്റർവ്യൂ ബോർഡ് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ CP സാദിഖ് പട്ടിക റദ്ദാക്കണമെന്നും അർഹരായവർക്ക് നിയമനം നൽകണമെന്നും CP സാദിഖ് ശ്രീകൃഷ്ണപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടികയിൽ ഉൾപ്പെട്ട ജോലിയിൽ പ്രവേശിച്ച തന്റെ ബന്ധു രാജിവെച്ചതായും ലീഗ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ സാദിഖ് പറഞ്ഞു. UDF ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള റാങ്ക് പട്ടികയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇന്റർവ്യൂ ബോർഡ് അംഗമായ CP സാദിഖും പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും CP സാദിഖ് പറഞ്ഞു. ബോർഡ് അംഗത്തിന് 15 മാർക്കിൽ കൂടുതൽ നൽകാനാകില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 6 പേർ, CDPO, ICDS സൂപ്പർവൈസർ തസ്തികയിലുള്ള ഒരാൾ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരാണ് പഞ്ചായത്തിന്റെ അംഗൻവാടി വർക്കർ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത്. ആകെയുള്ള 626 അപേക്ഷകരിൽ 555 പേരാണ് 6 ദിവസങ്ങളിലായി നടന്ന അഭിമുഖത്തിൽ പങ്കെടുത്തത്. അഭിമുഖത്തിന് ശേഷം ICDS ഉദ്യോഗസ്ഥരാണ് 62 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ ഈ റാങ്ക് പട്ടിക പുറത്തു വന്നപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്ന് ചില തിരിമറികൾ നടന്നെന്നും 62 അംഗങ്ങളുള്ള പട്ടികയിൽ 35ഓളം പേർ CPM പാർട്ടി നേതാക്കളുടെ അടുത്ത ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുമാണെന്നും സാദിഖ് പറഞ്ഞു. ഈ സെലക്ഷൻ കമ്മിറ്റി കരിമ്പുഴ പഞ്ചായത്തിൽ മൊത്തം 626 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. അതിൽ 555 ആളുകൾ ഇന്റർവ്യൂവിന് പങ്കെടുത്തു. 6 ദിവസമായിട്ടാണ് ആ ഇന്റർവ്യൂ പൂർത്തിയാക്കിയത്. കൃത്യമായിട്ടാണ് ആ ഇന്റർവ്യൂവിന്റെ പ്രോസസ്സൊക്കെ നടന്നത്. ഒരു സെലക്ഷൻ കമ്മിറ്റി മെമ്പറെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന, സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊടുക്കാൻ കഴിയുന്ന മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കാണ്. അതിൽ അവരുടെ കായികക്ഷമതയുണ്ട്, അവരുടെ പാട്ടുപാടാനുള്ള കഴിവുണ്ട്, ആംഗ്യപ്പാട്ടിനുള്ള കഴിവുണ്ട്, അവരുടെ പൊതുവിജ്ഞാനമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മാക്സിമം കൊടുക്കാൻ കഴിയുന്ന മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കാണ്. അങ്ങനെ ഓരോ ആളുകളും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും ഇന്റർവ്യൂ കഴിയുകയും ചെയ്തു. ഇപ്പോൾ ഈ മാതൃശിശു വികസന വകുപ്പ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ റാങ്ക് ലിസ്റ്റിൽ 62 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ റാങ്ക് ലിസ്റ്റിൽ വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതായിട്ടാണ് ഒരു സെലക്ഷൻ കമ്മിറ്റി മെമ്പർ എന്ന നിലക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പട്ടികയിൽ നിന്ന് നിയമന ഉത്തരവ് ലഭിച്ച 6 പേർ ഇക്കഴിഞ്ഞ 1-ാം തീയതി മുതൽ വിവിധ അംഗനവാടികളിൽ ജോലിയിൽ പ്രവേശിച്ചു. ഇതിൽ ഒരാൾ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായ CPM കരിമ്പുഴ ലോക്കൽ സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവാണെന്നും സാദിഖ് ആരോപിച്ചു. ആദ്യത്തെ 15 പേരിൽ CPM ലോക്കൽ സെക്രട്ടറിയുടെ കുടുംബ പേരുള്ള 2 പേരുമുണ്ട്. CPM ലോക്കൽ കമ്മിറ്റിയിലെയും അനുബന്ധ സംഘടനകളിലുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ വേറെയുമുണ്ടെന്നും സാദിഖ് ആരോപിച്ചു. ഇന്റർവ്യൂ ബോർഡിൽ 3 അംഗങ്ങളുള്ള കോൺഗ്രസിന്റെ യുവജന നേതാവിന്റെ ഭാര്യയാണ് മറ്റൊരാളെന്നും വേണ്ടപ്പെട്ടവരെയൊക്കെ തിരികെ കയറ്റിയവർ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായ മുസ്ലിം ലീഗ് നേതാവിന്റെ കുടുംബ പേരിനോട് സാദൃശ്യമുള്ള ആളുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ലീഗിനെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നും സാദിഖ് പറഞ്ഞു. എനിക്ക് ഡിവൈഎഫ്ഐക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ മാർച്ച് നടത്തേണ്ടത് കരിമ്പുഴ പഞ്ചായത്തിലേക്കല്ല, നിങ്ങളുടെ CPMന്റെ കരിമ്പുഴയിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കാണ്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ അടുത്ത ബന്ധുക്കളെയാണ് ഇതിൽ തിരികെ കയറ്റിയിട്ടുള്ളത്. ഇന്നലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷിന്റെ ഒരു പ്രസ്താവന പത്രങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പത്രങ്ങളിൽ നിന്ന് ചില പത്രങ്ങളൊക്കെ അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അവിടെ സുരേഷ് പറയണത് എന്തോ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ്. സുരേഷിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ധാർമ്മികമായി സുരേഷ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ 3 സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട് ആ ഇന്റർവ്യൂ ബോർഡിൽ. ആദ്യത്തെ നിയമനം ലഭിച്ച 6 ആളുകളിൽ ഒരാൾ നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ ഭാര്യയാണ്. ധാർമ്മികമായി ഒരല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ സുരേഷ് ചെയ്യേണ്ടത് ആദ്യം ആ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കേണ്ടിയിരുന്നത്. മുസ്ലിം ലീഗിന്റെ നേതാവ് അവിഹിതമായി എന്തൊക്കെയോ ചെയ്തു എന്ന രീതിയിൽ ഇപ്പോ ഒക്കച്ചങ്ങായിമാരായി CPMഉം കോൺഗ്രസും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ള, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം ആളുകൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല, ഈ ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. CPMഉം കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതാവും തിരികെ കയറ്റിയ സ്വന്തം പാർട്ടിക്കാരെ രാജിവെപ്പിക്കുകയാണ് ആദ്യം വേണ്ടതെന്നും സാദിഖ് പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. നിപ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര കിഴക്കുംപുറം പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുനായ്ക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസം ആട്, പശു എന്നീ വളർത്തുമൃഗങ്ങളുടെ രക്തസാമ്പിളുകളും ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ശേഖരിച്ചിരുന്നു. ഇത് പരിശോധനയ്ക്ക് അയക്കും. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ കഴിയുന്ന നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 7 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. കിഴക്കുംപുറം പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുനായ്ക്കളുടെ രക്തസാമ്പിളുകളാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ ശേഖരിച്ചു തുടങ്ങിയത്. ഡോക്ടർ കത്തിരേഷൻ, ഡോക്ടർ അതുല്യ എന്നിവരും കൂടാതെ 4 ഡോക്ടർമാരും നായപിടുത്തക്കാരും സംഘത്തിലുണ്ട്.
വളർത്തുനായ്ക്കളെ കൂടാതെ തെരുവു നായ്ക്കളുടെ രക്തസാമ്പിളുകളും ശേഖരിക്കാനും ശ്രമിക്കും. ഈ പ്രദേശങ്ങളിലെ പശു, ആട് എന്നീ മൃഗങ്ങളുടെ രക്തസാമ്പിളുകൾ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. ശേഖരിച്ച രക്തസാമ്പിളുകൾ ഒന്നിച്ചാവും പരിശോധനയ്ക്ക് അയക്കുക എന്നാണ് വിവരം. നിപ ഉറവിടം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. തച്ചനാടുകരയിലെ നിപ ബാധിത മേഖലകളിലുള്ള തുല്യതാ പരീക്ഷാ പഠിതാക്കൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമാവുകയാണെന്നും ബദൽ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യം. ഹാൾ ടിക്കറ്റ് കൈപ്പറ്റുന്നതിനും പരീക്ഷ എഴുതുന്നതിനുമുള്ള സാഹചര്യം അടിയന്തരമായി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് കത്ത് നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഈ മാസം 12 നടത്തുന്ന +1, +2 തുല്യതാ പരീക്ഷയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് 53 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. +1 പരീക്ഷയ്ക്ക് 30 പേരും +2 പരീക്ഷയ്ക്ക് 23 പേരുമാണുള്ളത്. കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം. 7, 8, 9, 11 വാർഡുകളിലാണ് നിയന്ത്രണമുള്ളത് എങ്കിലും ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് പുറത്തുപോയി ഹാൾ ടിക്കറ്റ് വാങ്ങാനും കഴിഞ്ഞിട്ടില്ല. ഹാൾ ടിക്കറ്റ് കൈപ്പറ്റുന്നതിനും പരീക്ഷ എഴുതുന്നതിനുമുള്ള സാഹചര്യം അടിയന്തരമായി ഒരുക്കണമെന്ന ആവശ്യം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. നിലവിൽ നമുക്ക് 8-ാം വാർഡ് പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ 7, 9, 11 വാർഡുകൾ ഭാഗികമായി മാത്രമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ട് നിലവിൽ പ്രഖ്യാപിച്ചുള്ളത്. അഥവാ പൂർണ്ണമാണെങ്കിൽ പോലും 16 വാർഡുകളിൽ 4 വാർഡുകളിൽ മാത്രമേ കണ്ടെയ്ൻമെന്റ് സോണുകളുള്ളൂ. ഈ സോണിനകത്ത് ഏകദേശം വരുന്നത് 10-ൽ താഴെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് ലഭ്യമാക്കേണ്ടവരുള്ളത്. എന്നാൽ മറ്റുള്ളവർക്കും ഹാൾ ടിക്കറ്റ് നൽകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാവണമെന്ന് ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ അതുപോലെ തന്നെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ആധുനിക ടൗൺ ഹാളിന് മുൻ ചെയർപേഴ്സൺ KT നാരായണന്റെ പേര് നാമകരണം ചെയ്യും. ടൗൺ ഹാളിന്റെ നിരക്കും നിശ്ചയിച്ചു. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. ടൗൺ ഹാൾ ഈ മാസം ഉദ്ഘാടനം ചെയ്യും. 2020 നഗരസഭയുടെ 25-ാം വാർഷികത്തിൽ 25 വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഈ 25 പദ്ധതികളിലെ പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ് ആധുനിക ടൗൺ ഹാൾ. 1984 പെരിന്തൽമണ്ണ പഞ്ചായത്തായിരുന്ന കാലത്ത് നിർമ്മിച്ച പഴയ ടൗൺ ഹാൾ കാലപ്പഴക്കവും അസൗകര്യങ്ങളുടെ കുറവും കാരണം മുൻ ഭരണസമിതി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ കൺവെൻഷൻ സെൻറ്റർ മാതൃകയിൽ ആധുനിക രീതിയിൽ ടൗൺ ഹാളിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഏതാനും മിനുക്ക് പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2 ഘട്ടങ്ങളിലായി അനുവദിച്ച 11 കോടി രൂപ ചെലവഴിച്ചാണ് ടൗൺ ഹാൾ പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 22,174 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ ടൗൺ ഹാൾ. ഈ മാസത്തിൽ തന്നെ ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനം നടക്കും. പുതിയ ടൗൺ ഹാളിന് മുൻ നഗരസഭാ ചെയർപേഴ്സൺ KT നാരായണൻ്റെ പേര് നാമകരണം ചെയ്യും. സഖാവ് മൂസക്കുട്ടി സ്മാരക ടൗൺ ഹാൾ എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. മൂസക്കുട്ടിയുടെ പേരിൽ ബസ് സ്റ്റാൻഡ് നിലവിലുള്ളതിനാൽ കഴിഞ്ഞ വർഷം അന്തരിച്ച മുൻ ചെയർമാൻ KT നാരായണൻ്റെ പേര് പുതിയ ടൗൺ ഹാളിന് നാമകരണം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മളെ ആധുനിക ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനം ഈ മാസം അവസാനത്തോടു കൂടി നടത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചു വരുന്നു. ടൗൺ ഹാളിൽ നമ്മുടെ പെരിന്തൽമണ്ണയിലെ തന്നെ ചെയർമാൻമാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള മുൻ ചെയർമാനായിട്ടുള്ള അന്തരിച്ച് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞിട്ടുള്ള സഖാവ് KT നാരായണ മാസ്റ്ററുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് കൗൺസിൽ ഐക്യകണ്ഠേന അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിരക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ ഏത് ടൗൺ ഹാളിലേക്കാണ് നിരക്ക് കുറച്ച് സാധാരണക്കാരന് അവരുടെ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരു മികച്ച കെട്ടിടമായി ആധുനിക രീതിയിലുള്ള ടൗൺ ഹാളായി മാറും. ടൗൺ ഹാളിൻ്റെ നിരക്കും നിശ്ചയിച്ചു. വിവാഹം, പാർട്ടി തുടങ്ങിയ പരിപാടികൾക്ക് AC 55,000 രൂപ, നോൺ AC 40,000 രൂപ, 6 മണിക്കൂർ നേരത്തേക്ക് AC 20,000 രൂപ, നോൺ AC 15,000 രൂപ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികൾ, IMA, ക്ലബ്ബുകൾ, സൊസൈറ്റികൾ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ അംഗീകൃത സർവീസ് സംഘടനകൾ, ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളി സംഘടനകൾ, അംഗീകൃത സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയവയ്ക്ക് വാടക നിരക്കിൽ ഇളവുണ്ട്. 12 മണിക്കൂർ നേരത്തേക്ക് AC ഉപയോഗിച്ചാൽ 15,000 രൂപയും നോൺ ACക്ക് 10,000 രൂപയുമാണ് ഈടാക്കുക. ഭക്ഷണ ഹാളും മറ്റും ഉപയോഗിക്കുകയാണെങ്കിൽ ACക്ക് 5,000 രൂപയും നോൺ ACക്ക് 3,500 രൂപയും അധികം നൽകണം. പട്ടികജാതി, പട്ടികവർഗം, ആശ്രയ കുടുംബം, അതിദരിദ്രർ, വികലാംഗർ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് 30,000 രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. വാടക സംഖ്യയുടെ 12.36% സർവീസ് ടാക്സായും 10% ആഡംബര നികുതിയായും വാടകയോടൊപ്പം കൊടുക്കണം.
രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റയിലെ 23-കാരനെ സഹായിക്കാൻ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാർ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അർജുൻ രാജിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നാട് കൈകോർത്തിരിക്കുന്നത്. 40 ലക്ഷത്തോളം രൂപയാണ് അർജുൻ രാജിന്റെ ചികിത്സയ്ക്കായി വേണ്ടത്. ഇതിന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ചികിത്സാ കമ്മിറ്റി. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ ശില്പിപുരം സ്വദേശി നിലാപ്പറമ്പത്ത് ബാബുരാജിന്റെ മകൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അർജുൻ രാജാണ് രക്താർബുദം ബാധിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്നത്. 23-കാരനായ അർജുൻ രാജിന്റെ മജ്ജ മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനായി 40 ലക്ഷത്തോളം രൂപ ചിലവ് വരും. 2019 മുതൽ തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ തുറന്നു വരുന്നുണ്ട് അർജുൻ രാജ്. ഉള്ളതെല്ലാം വിറ്റും കടം വാങ്ങിയുമാണ് കുടുംബം ഇത്രയും നാൾ ചികിത്സ നടത്തിയത്. 40 ലക്ഷം എന്ന ഭീമമായ സംഖ്യ ഇനി കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായതിനാലാണ് അർജുൻ രാജിന്റെ ജീവൻ രക്ഷിക്കാൻ നാട്ടുകാർ രംഗത്ത് വന്നിട്ടുള്ളത്. BM മുഹമ്മദ് അലി മാസ്റ്റർ ചെയർമാനും N സുധാകരൻ കൺവീനറും MP മുഹമ്മദ് നൂറുദ്ദീൻ ട്രഷററുമായുള്ള ചികിത്സാ സഹായ സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഞാൻ ഈ അർജുൻ രാജ് ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനും മുൻ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീലങ്ക ജില്ലാ സെക്രട്ടറിയുമാണ്. ഞങ്ങൾ ഈ കാര്യം ഏറ്റെടുത്തത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കേവലം 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സാമ്പത്തികമായി കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ ഉദ്യമത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അതിൻ്റെ ഫലമായി കഴിഞ്ഞ 2-3 മാസമായി നിരന്തരമായി ഇതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ രാജ് തിരുവനന്തപുരം RCCയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം വലിയൊരു CMC ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ നിന്നും അദ്ദേഹത്തെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അവസാനം ബോൺ മാരോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് ഏകദേശം 40 ലക്ഷത്തോളം രൂപ ബോൺ മാരോ ചെയ്യാനും അത് മാറ്റിവെക്കാനും അതുപോലെ തന്നെ തുടർ ചികിത്സക്കുമായി ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാരിറ്റി പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിൽ ഹോസ്പിറ്റലിലും ഇവിടെയും വന്ന് ഇന്നലെ ആ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പുറത്തും ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഒക്കെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ അർജുൻ രാജ് എന്ന് പറയുന്ന 23 വയസ്സ് പ്രായമുള്ള ഒരു ബിടെക് വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു അഹോരാത്ര ഒരു വലിയ പരിശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. ഈ അസുഖം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ ആർക്കും വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പരമാവധി ആളുകൾ ഇത് വീഡിയോ ഷെയർ ചെയ്തും അതുപോലെ തന്നെ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചും പരമാവധി തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തക്ക രീതിയിൽ പരിശ്രമിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ഗ്രാമീൺ ബാങ്ക് പുലാമന്തോൾ ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടൊപ്പം കാണിക്കുന്ന അക്കൗണ്ട് നമ്പറിലും GPay നമ്പറിലും സഹായം അയക്കാവുന്നതാണ്. അർജുൻ രാജിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളുടെ കനിവുണ്ടാകണമെന്ന് ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ഈ കുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. കോളേജിൽ 2019 മുതൽ ഈ കുട്ടിക്ക് ചെറിയ തോതിൽ അസുഖങ്ങൾ ബാധിച്ചു. ഇപ്പോൾ അതിരൂക്ഷമായ രൂപത്തിലാണ്. ഇനി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. അതിനൊരു ഭാരിച്ച ചെലവ് വരുന്നുണ്ട്. ഈ കുടുംബത്തിന് അതിന് താങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് പലരുടെയും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സഹായത്തിന് എല്ലാവരും അതിൽ സഹകരിക്കണം. ഈ കുട്ടിയുടെ ചികിത്സാർത്ഥം സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധ ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഒരു മുതൽക്കൂട്ടാവേണ്ടുന്ന ഒരു ചെറുപ്പക്കാരനാണ് അർജുൻ രാജ്. അദ്ദേഹത്തിൻ്റെ ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തന്നെ വീഡിയോ ചെയ്തത്. ഈ 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഇതിലേക്കായി നമ്മളിപ്പോൾ ഇന്നലെയാണ് അതിനു വേണ്ടിയുള്ള ഉദ്യമം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ തുക കണ്ടെത്തി അർജുൻ രാജിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്തുകൊണ്ട് ഇതിന് സഹായങ്ങൾ അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദിവസമായി ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട്.
ഒരു കേരള സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വന്നാൽ കേരളക്കര ഒട്ടാകെ അതിനോടൊപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് 2 ദിവസങ്ങളായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കക്ഷി രാഷ്ട്രീയത്തിനോ മതത്തിനോ ഒന്നും വേർതിരിവ് വെക്കാതെയാണ് ഈ നാട്ടിലെ ജനങ്ങളും മറുനാട്ടിലുള്ള ഗൾഫ് മലയാളികളടക്കമുള്ള ആളുകൾ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നും 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതി ബോധവൽക്കരണ പാഠശാല നടത്തി. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഭാരവാഹികളെയും പഞ്ചായത്ത് തല വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതി ബോധവൽക്കരണ പാഠശാല നടത്തിയത്. അങ്ങനെ എല്ലാവരും കോടതിയിൽ പോയിരിക്കും. കോടതിയുടെ മുമ്പിൽ വിഷയം ഇപ്പോൾ പെൻഡിങ്ങിലാണ് ഇരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി വേനൽക്കാല അവധിയിലാണ്. വേനൽക്കാല അവധിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ കേസ് എടുക്കുകയും ഇതിന് അടിയന്തര പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഈ നിയമം പ്രാബല്യത്തിലായതുകൊണ്ട് തന്നെ ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ടുള്ള ഒരു വാദം 3 ദിവസം സുപ്രീം കോടതി കേൾക്കുകയുണ്ട്. അപ്പോൾ ഇടക്കാല ഉത്തരവ് ഏത് രീതിയിലാണ് പുറപ്പെടുവിക്കേണ്ടതെന്നുള്ളത് ഈ സുപ്രീം കോടതിയുടെ വേനൽക്കാല അവധിക്ക് ശേഷം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു വിധി നമുക്ക് പ്രതീക്ഷിക്കാവുന്നു. പക്ഷെ അപ്പോൾ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം എന്ന് പറയുമ്പോൾ അത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു നിയമമാണ് പാർലമെന്റ് പാസ്സാക്കുകയുള്ളൂ എന്നുള്ളതാണ് അനുമാനം. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, PA സലാം മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, വിവിധ സംഘടനാ നേതാക്കളായ TK മുഹമ്മദ് കുട്ടി ഫൈസി, മുഹമ്മദ് അലി സായദി, അബ്ദുൽ നാസർ സലഫി, മുഹമ്മദ് മുസ്തഫ, പ്രൊഫസർ അബ്ദു, MA സമദ്, KP ബാപ്പുട്ടി, റഷീദ് തങ്ങൾ, PT മുഹമ്മദ്, KTA ജബ്ബാർ, VM മുഹമ്മദ് അലി, CS സാജിദ്, ഈസാ മദനി, KKM ഷെരീഫ് എന്നിവരും പങ്കെടുത്തു. മുളയൻകാവ് രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയം ആൻഡ് ഗ്രന്ഥശാല പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് K ദേവൻ മാസ്റ്റർ ചർച്ചയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിക്ടർ ഹ്യൂഗോയുടെ ലാ മിസറാബലെ എന്ന പുസ്തകത്തിൻ്റെ നാലപ്പാട്ട് നാരായണ മേനോൻ 1925 തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പാവങ്ങൾ എന്ന കൃതിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. CV മോഹൻദാസ് പാവങ്ങൾ എന്ന നോവലിനെ സദസ്സിന് പരിചയപ്പെടുത്തി. പുസ്തകം രൂപപ്പെടുന്ന കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾ, യഥാർത്ഥ എഴുത്തുകാരൻ്റെയും പരിഭാഷകൻ്റെയും വിശദമായ വിവരങ്ങൾ, കൃതിയിലെ കഥാപാത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ഓരോ അധ്യായത്തെയും അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം വിശദമായ പുസ്തക പരിചയം നടത്തി. KA കരീം പാവങ്ങൾ എന്ന നോവലിനെ ഇംഗ്ലീഷ് സാഹിത്യത്തോടും മലയാള സാഹിത്യത്തോടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് PM ദിവാകരൻ തൻ്റെ വായനാനുഭവത്തെയും കാഴ്ചപ്പാടുകളെയും കുറിച്ച് സംസാരിച്ചു. നാരായണൻ, രവീന്ദ്രൻ, മണികണ്ഠൻ, സുധീഷ് കുമാർ, അജിത എന്നിവരും ഗ്രന്ഥശാല സെക്രട്ടറി രാജഗോപാലും ചർച്ചയിൽ പങ്കെടുത്തു. നാലപ്പാട്ട് നാരായണ മേനോൻ ആ സമയത്ത് തന്നെ എഴുതുന്ന ഒരു കൃതിയാണ് കണ്ണുനീർ തുള്ളി. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കളിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ പങ്കാളി, ജീവിത പങ്കാളി അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചു വളരുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രണയിനിയായും കാമുകിയായി വളരുകയും പിന്നീട് ജീവിത പങ്കാളിയായി തീരുകയും ചെയ്ത് ഒരു 50 വർഷത്തോളം അവർ ജീവിച്ച് ആ സ്ത്രീ മരിച്ചു പോയപ്പോൾ അതിലുള്ള ഒരു മാനസികാവസ്ഥയെ കുറിച്ച് അദ്ദേഹം എഴുതിയ കവിതയാണ് ഈ കണ്ണുനീർ തുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ കണ്ണുനീർ തുള്ളി എഴുതുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരുപാട് തത്വങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പൂന്താനം പറയുന്നത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കഴിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായിരുന്നു എന്നതുപോലെ സ്വയം ആശ്വസിക്കാൻ വേണ്ടി ഇവർ കണ്ടെത്തുന്ന ഒരുപാട് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നാലപ്പാട്ട് നാരായണ മേനോൻ ഈ പാവങ്ങളുടെ വായനയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു ഇടവേള കൂടി. മറ്റു വാർത്തകളിലേക്ക്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും ക്യാൻവാസിലേക്ക് പകർത്തി വിദ്യാർത്ഥികൾ. 75ഓളം കുരുന്നു കലാകാരന്മാരാണ് ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ ക്യാൻവാസിൽ പുനഃസൃഷ്ടിച്ചത്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയും വരപ്പട ആർട്സ് ക്ലബ്ബും ചേർന്നാണ്
ബഷീർ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഉൾപ്പെടുത്തി വരകൊണ്ടൊരു കോട്ടമതിൽ ഉമ്മണിവല്യ ലോകം ഉദ്ഘാടനവും പ്രദർശനവും നടത്തിയത്. വരപ്പട ക്ലബ്ബിലെ 75ഓളം വരുന്ന കൊച്ചു കലാകാരന്മാരാണ് ബഷീറിൻ്റെ കഥാപാത്രങ്ങൾക്ക് ക്യാൻവാസിലൂടെ പുതുജീവൻ പകർന്നത്. സ്കൂൾ വായനശാലയിൽ നിന്ന് തിരഞ്ഞെടുത്ത ബഷീർ പുസ്തകങ്ങളിലെ ഇഷ്ട കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും തനിമ ചോരാതെ ഭാവതീവ്രതയോടെ ക്യാൻവാസിലേക്ക് പകർത്തിയ ഈ ബഷീർ കോട്ടയ്ക്ക് 15 അടിയോളം ഉയരവും 24 അടിയോളം വീതിയുമുണ്ട്. 100 ചിത്രങ്ങളാണ് ചിത്രക്കോട്ടയിൽ വിദ്യാർത്ഥികൾ വരച്ചിട്ടുള്ളത്. PTA പ്രസിഡന്റ് എ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PG മോഹനകൃഷ്ണൻ അധ്യക്ഷനായി. PTA അംഗങ്ങളായ എ ഹരിദാസൻ, മണികണ്ഠൻ പാലാങ്കുഴി, പ്രിൻസിപ്പൽ PS ആര്യ, പ്രധാനാധ്യാപിക B സുനിതകുമാരി എന്നിവർ സംസാരിച്ചു. P വിദ്യ, വിഭിന്നാഥ് TK, PS രതി, N സീന, MV മമത, B അജയകുമാർ, ആർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ നിതിൻ VM, ഫാത്തിമ സിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് VK ശ്രീകണ്ഠൻ MPയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 14 ലാപ്ടോപ്പുകളുടെ വിതരണം നടന്നു. VK ശ്രീകണ്ഠൻ MP വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. MPയുടെ വികസന ഫണ്ട് വിനിയോഗിച്ചാണ് 14 ലാപ്ടോപ്പുകൾ കടമ്പൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിതരണം ചെയ്തത്. MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി അധ്യക്ഷയായി. പ്രിൻസിപ്പൽ P മനോജ്, ഹെഡ്മാസ്റ്റർ K സുരേഷ് കുമാർ, PTA പ്രസിഡന്റ് K ബാബുരാജ്, വാർഡ് മെമ്പർ A വിജിത, SMC ചെയർമാൻ KP ഹരികൃഷ്ണൻ, MPTA പ്രസിഡന്റ് K ശാലിനി, SMC അംഗം ഉമ്മർ, സ്റ്റാഫ് സെക്രട്ടറി KR ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഷോർട്ട് ന്യൂസ്. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി CITU കടമ്പഴിപ്പുറം പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം VM മുരുകൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം CPM ഏരിയ സെന്റർ അംഗം K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി P സുബ്രഹ്മണ്യൻ, P ബാലകൃഷ്ണൻ, ജാഥ ക്യാപ്റ്റൻ C രമേശ്, AC രാമകൃഷ്ണൻ, ശ്രീവത്സൻ എന്നിവർ പങ്കെടുത്തു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 10 വർഷം പൂർത്തീകരിച്ച് 3ാം ടേമിന്റെ 1 വർഷവും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണിത്. നമ്മുടെ രാജ്യം 4ാമത്തെ സാമ്പത്തിക ശക്തിയായി എന്നാണ് ഈ നാട് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അവർ വിലക്കെടുത്ത മാധ്യമങ്ങളും ഇന്ന് നാടെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് ഒറ്റപ്പാലം വടക്കേപ്പാത പാറക്കടവിൽ മലമ്പാമ്പ് തെരുവ് നായിയെ വരിഞ്ഞു മുറുക്കി കൊന്നു. കിഴക്കേത്തോടിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലാണ് സംഭവം ഉണ്ടായത്. ആളുകളെ കണ്ടതോടെ ചത്ത നായയെ ഉപേക്ഷിച്ച് പാമ്പ് തോട്ടിലേക്ക് പോയി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് ബുധനാഴ്ച. അർദ്ധരാത്രി മുതൽ 24 മണിക്കൂറാണ് പണിമുടക്ക്. കേരളത്തിൽ ഭരണപ്രതിപക്ഷ സംഘടനകൾ പങ്കെടുക്കുന്ന പണിമുടക്ക് പൊതു സ്വകാര്യ മേഖലകൾ സ്തംഭിപ്പിച്ചേക്കും. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു. ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലും മണ്ണാർക്കാടും താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് മാർച്ച്. വീഴ്ച സമ്മതിക്കാതെ മുൻ UDF സർക്കാരിനെ കുറ്റം പറയുകയാണ് മന്ത്രിയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. നിപ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ കഴിയുന്ന സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 7 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. നിപ ബാധിത മേഖലകളിലുള്ള തുല്യതാ പരീക്ഷാ പഠിതാക്കൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരമൊരുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം. കരിമ്പുഴ പഞ്ചായത്തിൽ അംഗൻവാടി വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം. റാങ്ക് പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നെന്ന പരാതിയുമായി ഇന്റർവ്യൂ ബോർഡ് അംഗവും ഭരണകക്ഷിയിൽപ്പെട്ട മുസ്ലിം ലീഗ് നേതാവുമായ CP സാദിഖ്. പട്ടിക റദ്ദാക്കണമെന്നും CP സാദിഖ്. പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ടൗൺ ഹാൾ ഈ മാസം ഉദ്ഘാടനം ചെയ്യും. ടൗൺ ഹാളിന് മുൻ ചെയർപേഴ്സൺ KT നാരായണന്റെ പേര് നൽകാൻ കൗൺസിൽ തീരുമാനം. ടൗൺ ഹാളിന്റെ വാടക നിരക്കും നിശ്ചയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.